ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സുൽത്താൻ ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിമിനൽ ജസ്റ്റിസ് സീരീസിലെ 7ഉം 8ഉം എപ്പിസോഡാണ്. ഈ വീഡിയോ കാണുന്ന ആരും പകുതിയിൽ വെച്ച് കണ്ടു തുടങ്ങല്ലേ, എന്താണെന്നോ ഏതാണെന്നോ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽക്കേ ഒന്നാമത്തെ എപ്പിസോഡ് തൊട്ടേ കണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി ഈ എപ്പിസോഡിൽ എന്തൊക്കെ നടക്കുമെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ സിനിമാ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോൾ ഇതിലേക്ക് നോക്കാം. ഇതിന്റെ ആദ്യം തന്നെ നമ്മുടെ വക്കീലിനെയാണ് കാണിക്കുന്നത്. പുള്ളിയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള അവസ്ഥയിൽ സങ്കടത്തിൽ പുള്ളി വീട്ടിൽ വന്നു. അടുത്ത സീനിൽ ഹീറോനെ കാണിക്കും. അവിടെ ഹീറോ ഇപ്പോൾ കുറ്റവാളിയായി കഴിഞ്ഞു. ഹീറോ ഇപ്പോൾ അവിടെയുള്ള ആരോടും മിണ്ടാതെ ഒരു സൈഡിൽ പോയിരിക്കും. ആ സമയം അവിടെ ന്യൂസിൽ ബാന്ദ്ര റേപ്പ് ആൻഡ് മർഡർ കേസിൽ കുറ്റവാളിക്ക് ജീവപര്യന്തം കിട്ടിയിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന്. അതെന്താണെന്നറിയാൻ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കും. സംഭവം വേറൊന്നുമല്ല, ഹീറോയുടെ അച്ഛൻ്റെ അമ്മയുടെയും കടയിൽ 2 പെണ്ണുങ്ങളൊന്നും വീഡിയോ എടുത്തില്ലേ. അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് സംഭവിച്ചതിൽ ഒരുപാട് ദുഃഖമുണ്ട്, അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ആദ്യം എൻ്റെ മോൻ തന്നെയാണെന്ന് എനിക്ക് ഡൗട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ ഇവർ ഈ ന്യൂസ് ചാനലിൽ പുറത്തുവിടും. ഈ വീഡിയോ ഹീറോയുടെ അച്ഛനമ്മ, വക്കീല്, പിന്നെ ഹീറോയും കാണുന്നുണ്ട്. അവൻ ആരോടൊന്നും മിണ്ടാതെ കരയും. ഇത് കണ്ടിട്ട് ബായ് അവിടെ ഉള്ളവരോട് പറയും അവനൊന്ന് ശ്രദ്ധിക്കണം, ആകെ തകർന്നിരിക്കുക. അത് കഴിഞ്ഞ് രാത്രിയായി, എല്ലാവരും ഉറങ്ങുന്ന സമയം ഈ ബായ് നോക്കാൻ പറഞ്ഞ ആള് അവനും ഉറങ്ങും. ആ സമയം ഹീറോ അവിടെ നിന്ന് ഒരു ഷേവ് ചെയ്യുന്ന ബ്ലേഡ് എടുത്ത് ബാത്റൂമിലേക്ക് പോകും. എന്നിട്ട് അവൻ ഞരമ്പ് മുറിക്കും. അടുത്ത സീനിൽ ഹീറോയുടെ ചേച്ചിക്ക് ഡെലിവറി ടൈമായി. ചേച്ചി ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ഇവിടെ കുഞ്ഞ് ജനിക്കുമ്പോൾ അവിടെ ഹീറോ മരണത്തോടടുക്കുവാണ്. അടുത്ത സീനിൽ ഹീറോനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ കൈ ട്രീറ്റ്മെന്റ് ചെയ്ത് മരുന്ന് വെച്ച് കെട്ടി. ആ സമയം ബായ് ഈ നോക്കാൻ പറഞ്ഞ ആളോട് ചൂടാവും. നീ എന്ത് തേങ്ങയാടാ ചെയ്തുകൊണ്ടിരുന്നേ, നിന്നോട് നോക്കാനില്ലടാ പറഞ്ഞേ, അവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ. അത് കഴിഞ്ഞ് ഹീറോയോട് പറയും, എടാ പേടിത്തൊണ്ട, ജീവിച്ചല്ലേ പറ്റൂ, പിന്നെ നിനക്ക് ചാകാനായിരുന്നെങ്കിൽ എന്തിനാടാ കൈ മുറിച്ചേ, കഴുത്തു മുറിച്ചാ പോരായിരുന്നോ. എന്നിട്ട് അയാളോട് പറയും ഇനിയെങ്കിലും അവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം, നല്ല ചെറുക്കനാടാ. അവിടുന്ന് സീൻ കെട്ടിയത് ഹോസ്പിറ്റലിൽ ഹീറോയുടെ അളിയൻ വന്നിട്ടുണ്ട്. അളിയൻ കൊച്ചിനെ കയ്യിലെടുത്ത് കളിപ്പിക്കുവാണ്. ആ സമയം ചേച്ചി താനിവിടെ എന്തെടുക്കുക, എന്തിനിവിടെ വന്നതെന്ന് ചോദിക്കും. ഇത് എത്ര വലിയ ഹോസ്പിറ്റലാ, എത്ര രൂപയാ ചെലവായത്, നീ എന്താ റിച്ച് ഫാമിലിയിലുള്ളതാണോ എന്ന് പറഞ്ഞ് കളിയാക്കും. നിനക്ക് എവിടെന്നാ ഇത്ര പൈസ, ഉണ്ടായിരുന്ന പൈസയൊക്കെ നിന്റെ അനിയന് വേണ്ടി ചെലവാക്കിയല്ലോ, പിന്നെ ഇപ്പൊ എവിടെന്നാ ഈ പൈസ. ഇനി അനിയൻ ബലാത്സംഗ വീരനാണെങ്കിൽ ചേച്ചി കള്ളിന്നാണോ. അപ്പൊ ചേച്ചി ടെൻഷനായിട്ട് താൻ എന്താ എന്നെ ചെയ്തെന്ന് ഇതുവരെ ഞാൻ ഒറ്റ ഒരാളോട് പറഞ്ഞിട്ടില്ല, എന്നെ കൊല്ലാനത്ര ശ്രമിച്ചേ, അതിന്റെ കേസ് എന്താന്ന് ഇനി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ ഇറങ്ങാൻ പറയും. ആ സമയം നമ്മുടെ വക്കീൽ അങ്ങോട്ടേക്ക് വരും. അപ്പൊ ഇവര് വഴക്കിടുന്നത് വക്കീൽ കാണും. അപ്പോഴത്തേക്കും വക്കീൽ അകത്ത് കയറി കൺഗ്രാജുലേഷൻസ് പറയും. ഈ വഴക്ക് കഴിഞ്ഞ് അളിയൻ അവിടെ നിന്ന് പോകും. ചേച്ചി വക്കീലിനോട് ചോദിക്കും, സാർ ആദ്യം പോയി കണ്ടായിരുന്നോ. ഇല്ല, ഇനി നിങ്ങളോട് ഒന്ന് ഒരുമിച്ച് പോകാന്ന് കരുതി എന്ന് വക്കീൽ പറയും. പിന്നെ ചേച്ചി റീ അപ്പീലിന് കൊടുക്കേണ്ട കാര്യം സംസാരിക്കും. അതിനും വക്കീൽ കൊടുക്കാന്ന് പറയും. അത് കഴിഞ്ഞ് ചേച്ചി ചോദിക്കും, മാധവ് സാർ ഡിവോഴ്സ് കേസൊക്കെ എടുക്കാറുണ്ടോ. അപ്പൊ വക്കീൽ പറയും ഇല്ല. ആ സമയം ചേച്ചി സങ്കടത്തോടെ ഒരു നോട്ടം നോക്കും. അത് കാണുമ്പോൾ വക്കീൽ പറയും പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അടുത്ത സീനിൽ ഹീറോനെ കാണാൻ വക്കീലും ചേച്ചിയും വരും. കൈക്ക് എന്താ പറ്റിയെന്ന് ചേച്ചി ചോദിക്കും. അതൊന്നുമില്ല, അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറ്റിയെന്ന് ഹീറോ പറയും. അപ്പൊ നമ്മുടെ വക്കീലിന് കാര്യം മനസ്സിലാവും. നിനക്ക് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആരും നിന്റെ അടുത്തില്ലായിരുന്നു, ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയേ. എന്നിട്ട് ചേച്ചി കുഞ്ഞിന്റെ ഫോട്ടോ കാണിക്കും. അപ്പൊ ഹീറോ പറയും എനിക്ക് വക്കീലിനോട് മാത്രമായിട്ട് സംസാരിക്കാനുണ്ടെന്ന്. ഹീറോയുടെ മൈൻഡ്, സംസാരത്തിന്റെ ടോണ് ഇതൊക്കെ ചേഞ്ച് ആയാൽ നമുക്ക് അറിയാൻ പറ്റും. ഹീറോ വക്കീലിനോട് നിങ്ങളുടെ മനസ്സിലൊന്നും ഇരിക്കില്ല എന്നറിയാം, എങ്കിലും ഈ കാര്യം ആരോടും പറയരുതെന്ന് പറയും. അതായത് ഹീറോയുടെ കൈക്ക് സംഭവിച്ചത് ആരോടും പറയില്ലെന്ന് പറയും. അടുത്ത സീനിൽ ഹീറോ ബായോട് വന്ന് ചേച്ചിക്ക് കുഞ്ഞുണ്ടായ കാര്യവും വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയും. അവിടെ നിന്ന് സീൻ കെട്ടിയത് ഹീറോയുടെ അച്ഛനമ്മേനെ കാണിക്കും. അവരിപ്പോ റീ അപ്പീലിനായിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ കട വിൽക്കാൻ തീരുമാനിക്കും. അടുത്ത സീനിൽ നമ്മുടെ വക്കീല് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ വരും. പുള്ളിയുടെ കാലിന്റെ അസുഖത്തെ കാണിക്കാൻ. ഡോക്ടർ ചോദിക്കും ഇപ്പൊ ചൊറിച്ചിൽ കൂടിയെന്നല്ലേ പറഞ്ഞേ, അപ്പൊ പേഴ്സണൽ ലൈഫിലോ പ്രൊഫഷണൽ ലൈഫിലോ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടോ. അപ്പൊ വക്കീല് പറയും ഒരു കേസ് തോറ്റിരുന്നു. അതിന് ഡോക്ടർ കേസ് തോറ്റപ്പോൾ എന്താ തോന്നി, നല്ല സുഖം തോന്നി എന്ന് വക്കീൽ പറയും. നിങ്ങളുടെ ഈ അസുഖവും നിങ്ങളുടെ മൈൻഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ, അതായത് എന്തെങ്കിലും കുറ്റബോധം അങ്ങനെ എന്തെങ്കിലും. അതിന് വക്കീൽ അങ്ങനെ ഒന്നുമില്ല, ഞാൻ കൂളാണ്, നിങ്ങൾ ആ ചിന്ത മാറ്റിയിട്ട് എനിക്ക് മരുന്ന് എഴുതാന്ന് പറയും. നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെസ്, കുറ്റബോധം, പ്രശ്നങ്ങൾ, അത് കാരണം എന്തൊക്കെ മരുന്ന് കഴിച്ചാലും നിങ്ങൾക്ക് അത് കുറയാൻ പോകുന്നില്ല. അപ്പോൾ വക്കീൽ പറയും സംശയം ഉണ്ടെങ്കിൽ സാറിൻ്റെ BP എൻ്റെ BPയും ചെക്ക് ചെയ്ത് നോക്ക്, എൻ്റെതായിരിക്കും ബെറ്റർ, അങ്ങനെയെങ്കിലും സാറിൻ്റെ സ്ട്രെസ് കുറയട്ടെ. അപ്പോൾ ഡോക്ടർ പറയും ഞാനൊരു സൈക്കാട്രിസ്റ്റാണ്, ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവും, മനസ്സിൽ ഓരോ കാര്യങ്ങൾ വെച്ച് പുറത്ത് പെയിന്റ് അടിച്ച് കിടന്നിട്ട് കാര്യമില്ല. അവിടെ നിന്ന് സീൻ കെട്ടിയത് സനയുടെ അച്ഛൻ്റെ അമ്മയുടെ വീട് കാണിക്കും. അവിടെ സന ജോലി ചെയ്തിരുന്നിടത്തുള്ള ഓണർ നിപ്പുണ്ട്. ഈ ഓണറും സനയുടെ അച്ഛനും തമ്മിൽ കൂട്ടുകാരാണ്. അവരവിടെ ഹീറോയ്ക്ക് വിധി വന്നതിന്റെ കാര്യത്തിൽ ഡ്രിങ്ക്സ് കഴിച്ച് സന്തോഷിക്കും. അടുത്ത സീനിൽ ഹീറോയുടെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് വക്കീൽ വരും. കട വിറ്റതിനെ പറ്റി വക്കീൽ ചോദിക്കും. വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു, അതുമാത്രമേ മുന്നിൽ കണ്ടുള്ളൂ, പിന്നെ ഒരു തരക്കേടില്ലാത്ത ജോലി സാർ റെഡിയാക്കി തരുവാണെങ്കിൽ ഞാൻ അത് ചെയ്യാൻ തയ്യാറാണെന്ന് അച്ഛൻ പറയും. അത് കഴിഞ്ഞ് റീ അപ്പീലിന്റെ കാര്യം വക്കീൽ സംസാരിക്കുമ്പോൾ നമുക്ക് ആ ചീഫിനെ കണ്ടൊന്ന് സംസാരിച്ചാലോ, അയാൾ നല്ല മനുഷ്യനല്ലേ. അയാൾ നല്ല മനുഷ്യനാണ്, പക്ഷെ നിങ്ങളുടെ മകൻ അത്ര നല്ലതായിട്ട് അയാൾക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് കേസ് റീ ഓപ്പൺ ചെയ്യാൻ അയാൾ സമ്മതിക്കില്ല എന്ന് പറയും. എന്തായാലും പ്രതീക്ഷ കൈവിടണ്ട,
നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്ന തന്നെ പ്രതീക്ഷയിലല്ലേ എന്ന് പറഞ്ഞ് വക്കീൽ അവിടെ നിന്ന് ഇറങ്ങും. അടുത്ത സീനിൽ ജയിലിൽ ഹീറോയോട് മൊട്ട അവിടുത്തെ കാര്യങ്ങൾ പറയും. നീ ഇപ്പോൾ കുറച്ച് നാളായല്ലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിനക്ക് അറിയാലോ. ഇവിടുത്തെ ഒരു വശം ഡ്രഗ്സും ഒരു വശം ഫോണുമാണ്. ലാക്കും ബായും തമ്മിലുള്ള ശത്രുതയെ പറ്റി ഹീറോ മൊട്ടയോട് ചോദിക്കും. ഇവിടെ എല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത് ലാക്കായിരുന്നു. ലാക്കും ഇവിടുത്തെ സൂപ്രണ്ട് സാറും മച്ചാ ബന്ധമായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ബായിയുടെ വരവ്. ബായി പുറത്തും ഒരു രാജാവായിരുന്നു. എല്ലാം വലിയ പുള്ളികളായിട്ടാണ് ബന്ധം. അങ്ങനെ ഉടനെ തന്നെ ലാക്കിന്റെ ഇവിടുത്തെ പണി തീർന്നു. ആ സമയം പുതിയ ആൾക്കാരെ ജയിലിലേക്ക് കൊണ്ടുവരും. ആ കൂട്ടത്തിലൊരു പയ്യനുണ്ട്. മൊട്ട ഹീറോയോട് അവനെ പോയി വിളിച്ചിട്ട് വരാൻ പറയും. ഹീറോ ആ പയ്യന്റെ അടുത്തേക്ക് ചെന്ന് ഹീറോ ജയിലിലേക്ക് വന്നപ്പോൾ അവിടെയുള്ളവർ എന്താണോ ഹീറോയോട് പറഞ്ഞത് അതുപോലെ ഈ പയ്യനോട് പറയും. ആ പയ്യന്റെ പേര് സുന്ദരൻ എന്നാണ്. അപ്പൊ ഹീറോ അവനെ കൊണ്ടുവരുന്ന വഴിക്ക് നീ എന്ത് തെറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നെന്ന് ചോദിക്കും. അതിന് അവൻ മോഷണ കുറ്റനാന്ന് പറയും. അത് കഴിഞ്ഞ് അവനെ മുട്ടയെടുത്ത് കൊണ്ടാക്കുമ്പോൾ മുട്ട പറയും ഇവിടെ കാര്യങ്ങൾ നടക്കുന്ന പൈസയുടെ പുറത്താണ്. നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ രാജാവാണ് എന്ന് ഹീറോയോട് പറഞ്ഞതുപോലെ തന്നെ അവനോടും പറയും. അവിടെ നിന്ന് സീൻ കെട്ടിയത് വീണ്ടും വക്കീലിനെ ഡോക്ടറിനെ കാണിക്കും. വക്കീൽ വീണ്ടും ഡോക്ടറിനെ കാണാൻ വന്നു. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ വീണ്ടും എന്നെ കാണാൻ വന്നതിന്റെ കാരണം ഒന്നുകിൽ നിങ്ങളെ പ്രശ്നം വലുതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിശ്വാസമായി തുടങ്ങി. അതിന് വക്കീൽ പറയും എനിക്ക് ഡോക്ടറെ കാണുമ്പോൾ എൻ്റെ അമ്മയാണ് ഓർമ്മ വരുന്നത്. അമ്മ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. ശരി അതെല്ലാം പോട്ടെ, എന്ന് മുതൽക്കാണ് നിങ്ങൾക്ക് ഈ അസുഖം തുടങ്ങിയെന്ന് ചോദിക്കും ഡോക്ടർ. 10-12 വർഷമായെന്ന് വക്കീൽ പറയും. ഏതെങ്കിലും കേസ് തോറ്റപ്പോഴാണോ തുടങ്ങിയെന്ന് വീണ്ടും ഡോക്ടർ ചോദിക്കും. ഇല്ല ജയിച്ചപ്പോഴാണെന്ന് വക്കീൽ പറയും. അതെന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ വക്കീൽ കാര്യം പറയും. എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു സതീഷ് ഗ്രോവർ. അയാളുടെ അച്ഛനൊരു ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് അയാളുടെ ഭാര്യ അച്ഛനെ നോക്കാൻ മടിച്ച് അവിടെ നിന്ന് മാറി താമസിക്കാൻ അയാൾ എപ്പോഴും നിർബന്ധിക്കുമായിരുന്നു. പക്ഷേ ഈ സതീഷ് ഒരു നല്ല മകനായിരുന്നു. അവൻ ഒരിക്കലും അവൻ്റെ അച്ഛനും അമ്മേനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഡൊമസ്റ്റിക് വയലൻസിന്റെ പേരിൽ അയാളുടെ ഭാര്യ അയാൾക്കെതിരെ കേസ് കൊടുത്തു. സതീഷ് അകത്തായി. 10 തെളിവുകൾക്കെതിരെ ഒരു സ്ത്രീയുടെ നാവ് മതിയല്ലോ, അതിന്റെ പേരിൽ അവനെ അവർ പൂട്ടി. പക്ഷെ ഞാനൊരു അല്പം പോലും വിട്ടുകൊടുത്തില്ല. സതീഷിനെ പുറത്തിറക്കി. അവിടെ നിന്നിറങ്ങി അയാൾ വീട്ടിൽ ചെന്ന് ആദ്യം അയാളുടെ ഭാര്യയെ കൊന്നു കെട്ടിത്തൂക്കി. പിന്നെ അയാളും സ്വയം കെട്ടിത്തൂങ്ങി മരിച്ചു. ഇപ്പോഴും ആരൊക്കെയോ എൻ്റെ ചെവിയിലൊന്ന് പറയാണ് സാർ, സതീഷല്ല നീയാണ് ആ സ്ത്രീയെ കൊന്നതെന്ന്. ഇപ്പൊ ഈ ആദിത്യയുടെ കേസിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിന് ഡോക്ടർ നമ്മുടെ സങ്കടം, ദേഷ്യം, പിണക്കം ഇതൊക്കെ നമ്മുടെ മനസ്സിനെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കഴിഞ്ഞ കാലം ഒക്കെ മറന്ന് ഇപ്പോൾ ഉള്ള വർത്തമാന കാലത്ത് ജീവിക്കാൻ പഠിക്കുന്ന ഡോക്ടർ പറയും. അടുത്ത സീനിൽ ജയിലിൽ ആ പുതിയ പയ്യൻ അവന് കഴിക്കാനുള്ള ഫുഡും വാങ്ങിച്ച് അവൻ തിരിഞ്ഞു വരുമ്പോൾ അവിടെ ഒരാളുടെ ദേഹത്ത് തട്ടും. അയാൾ ആ ദേഷ്യത്തിൽ ഇവനെ തല്ലും. ഇത് ഹീറോ കാണുന്നുണ്ടായിരുന്നു. ഹീറോ വന്നവനോട് ചോദിക്കും മുസ്തഫ ബായ് നിനക്ക് പ്രൊട്ടക്ഷൻ തരാന്ന് പറഞ്ഞപ്പോൾ നീ എന്താ വേണ്ടാന്ന് പറഞ്ഞേ? അതിനവൻ പറയും എൻ്റെ കയ്യിൽ അത്രയും പൈസ ഒന്നും ഇല്ലായിരുന്നു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുന്നു പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ നിക്കത്ത് നമ്മുടെ വക്കീലിന്റെ വീട്ടിൽ വന്ന് 2 പെട്ടി ഫയലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എൻ്റെ കൂടെ നിന്നതിന് ഒരുപാട് നന്ദി, ഇതൊക്കെ ഇനി ഇവിടെ ഇരിക്കട്ടെ, ഞാൻ നാട്ടിൽ പോകാമെന്ന് പറയും. ഒരു വിസ്കി കഴിക്കാൻ പോയാലോ എന്ന് നമ്മുടെ വക്കീൽ ചോദിക്കും. അതിന് പെണ്ണും ഓക്കെ പറയും. അങ്ങനെ അടുത്ത സീനിൽ അവർ വിസ്കി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ഒരുത്തൻ നമ്മുടെ നിക്കലത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ വാച്ച് ചെയ്യും. 4-5 വട്ടമാകുമ്പോൾ പെണ്ണ് ടെൻഷനായി എണീറ്റ് അവനോട് കയറി ചൂടാവും. അങ്ങനെ അവൻ പേടിച്ചു പോകും. നമ്മുടെ വക്കീൽ അവളെ സമാധാനപ്പെടുത്തി അവിടെ ഇരുത്തും. എന്നിട്ട് അവൾ ചോദിക്കും എന്തിനാ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് വേറെ ഒരു സ്ഥലം കിട്ടിയില്ലേന്ന്. അതിന് വക്കീൽ പറയും എക്സ്പീരിയൻസ്. ഇപ്പൊ നിങ്ങൾ ഒരാളോട് റിയാക്ട് ചെയ്തില്ലേ, അതിനുള്ള ധൈര്യം കിട്ടിയില്ലേ, അത് വേറൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്താണ് പോയെങ്കിൽ ഇന്നത് ചെയ്യാൻ കഴിയുമായിരുന്നോ? ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ്. അതിനാ പെണ്ണും ഓ ശരിയാണ് താങ്ക് യു. അത് കഴിഞ്ഞ് നമ്മുടെ വക്കീലും നിക്കലത്തും കൈ കൊടുത്ത് അവിടെ നിന്ന് പിരിയും. അവിടെ നിന്ന് സീൻ കെട്ടിയത് ജയിലിൽ ബായും ആൾക്കാരും ഹീറോ ആയിട്ട് സംസാരമാണ്. അതിൽ ബായ് പറയും ഇവിടെ ഒരുപാട് ആയുധങ്ങളുണ്ട്, എന്നാൽ നിന്റെ കണ്ണിൽ എന്താണോ കാണുന്നത് അതെടുത്ത് നീ ആക്രമിക്കുന്നു പറയും. അങ്ങനെ ഹീറോ എണീറ്റ് ഒരു പേപ്പറും ചുരുട്ടി മുന്നിലേക്ക് നടക്കും. എന്നിട്ട് ബായിയുടെ അടുത്തേക്ക് എത്തി അവിടെ ഉണ്ടായിരുന്ന ഒരു പെൻസിൽ എടുത്ത് ബായിനെ കുത്താൻ നോക്കും. ഉടനെ ബായി അത് തടഞ്ഞ് ഹീറോനെ താഴെയിട്ട് ബായിയുടെ കണ്ണാടിയുടെ ഫ്രെയിം വെച്ച് അവന്റെ കണ്ണിൽ കുത്താൻ നോക്കും. നിന്റെ കണ്ണിലെ ദേഷ്യം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും പറയും ഇവനൊരു സിംഹക്കുട്ടിയാ, കണ്ടില്ലേ, ഒരു പെൻസിലാണ് അവൻ ആയുധമായി ഉപയോഗിച്ചത്. അപാര ബുദ്ധിയാണ് അവന്, ലോകത്ത് ശക്തിയേക്കാൾ വലുത് ബുദ്ധിയാണെന്ന് അവൻ വീണ്ടും തെളിയിച്ചു. പക്ഷെ ബുദ്ധി ഒരല്പം പാളിപ്പോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ബായി പറയുമ്പോൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ ചിരിക്കും. ഇത് കണ്ട് ഹീറോ ടെൻഷനായിട്ട് അവിടെ കിടന്നൊരു പാത്രം ചവിട്ടി ആ ചിരിച്ചവന്റെ ദേഹത്തെറി. ആ സമയം ബായ് പറയും കൊള്ളാം കൊള്ളാം, നിന്റെ ബുദ്ധി പ്രവർത്തിച്ച് തുടങ്ങി. അപ്പൊ എല്ലാവരും വീണ്ടും ചിരിക്കും. അത് കാണുമ്പോൾ ഹീറോയ്ക്കും ചിരി വരും. പിന്നീട് അങ്ങോട്ട് ഹീറോ അവരുടെ ആളായി മാറിക്കഴിഞ്ഞു. ബായുടെ ആളുകൾ ചെയ്യുന്ന പോലത്തെ അടി പിടി വഴക്കെല്ലാം ഉണ്ട്. അവിടെ നിന്ന് സീൻ കെട്ടിയത് നമ്മുടെ വക്കീലിനെ കാണിക്കും. അവിടെ നിക്കലത്ത് കൊണ്ടുകൊടുത്ത ഫയല് തുറന്ന് അതിലെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്ന സമയം സനയുടെ ഫോണിലേക്ക് വന്ന കോൾ റിപ്പോർട്ട്സ് കാണും. അത് കഴിഞ്ഞ് വക്കീൽ ഇതിനെപ്പറ്റി മൊട്ട പോലീസിനോടൊന്ന് ചോദിക്കും. നിനക്കിത് ഇതുവരെ വിടാറായില്ലേ, നിന്റെ ആരാ ചെറുക്കനെന്ന് മൊട്ട പോലീസ് തിരിച്ചു ചോദിക്കും. എന്റെ ആരും അല്ല, പക്ഷെ എന്റെ ഉള്ളിലിടുന്ന ആരൊക്കെയോ ആണെന്ന് പറയുന്നു. എനിക്ക് നിന്നോട് തോന്നുന്ന പോലെ തന്നെയാണ് അവനോട് തോന്നുന്നത്. അപ്പൊ മൊട്ട പോലീസ് അതെന്ന് തോന്നുന്നു. അതിന് വക്കീല് നിനക്ക് മനസ്സിലായില്ലേ? പോട്ടെ, എനിക്ക് മനസ്സിലായില്ല. അതിൽ സനയെ അങ്ങോട്ട് വിളിച്ച 4 നമ്പറിനെ കുറിച്ചാണ് വക്കീല് മൊട്ട പോലീസിനോട് ചോദിക്കുന്നത്. എടാ 4 നമ്പർ ഞാൻ ചെക്ക് ചെയ്തു, ആ 4 നമ്പർ റോങ് നമ്പറാണ്. 4 സെക്കൻഡിൽ കൂടുതൽ അത് സംസാരിച്ചിട്ടില്ല. അതെങ്ങനെ 4 നമ്പർ റോങ് നമ്പർ ആവുമെന്ന് വക്കീല് ചിന്തിക്കും. അതിന് മൊട്ട പോലീസ് നിനക്കെന്താ തലയ്ക്ക് വെളിവില്ലേ, ഞാൻ തന്നെ ഇവിടെ അടിച്ച് ഫിറ്റായിരിക്കുമ്പോൾ ചില നമ്പറിൽ അറിയാതെ വിളിക്കും. പിന്നെ നീ ഇനി ഇതിന്റെ പുറകെ നടക്കാതെ വേറെ എന്തെങ്കിലും കേസ് നോക്ക്, ഇതിൽ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് മൊട്ട പോലീസ് പറയും. അടുത്ത സീനിൽ ചേച്ചി ഹീറോനെ കാണാൻ കുഞ്ഞിനെയും കൊണ്ടുവന്നു. ആ സമയം
ചേച്ചി പുറത്തിരിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ചേച്ചിയെ മോശമായി നോക്കും. ആ കൂട്ടത്തിൽ ലാക്കും കാണും. എന്നിട്ട് ലാക്ക് ഹീറോയോട് പറയും, നിന്റെ ചേച്ചി പ്രത്യേകം അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കാൻ. ഹീറോ വന്ന് ചേച്ചിയെ കാണുമ്പോൾ ചേച്ചി കുഞ്ഞിനെ കാണിക്കും. പക്ഷെ ഹീറോ അതൊന്നും ശ്രദ്ധിക്കില്ല. ഹീറോ ശ്രദ്ധിക്കുന്നത് അവിടെയുള്ള ഒരു ചേച്ചിയെ നോക്കുന്നതാണ്. അവസാനം ടെൻഷനായി ഹീറോ പറയും, ചേച്ചി ഇങ്ങോട്ടേക്ക് വരണ്ട, ഇവിടെ ഉള്ളവന്മാർ ചേച്ചി നോക്കുന്ന നോട്ടം ശരിയല്ല, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല, ചേച്ചി ഇങ്ങോട്ട് വരല്ലെന്ന് പറയും. അങ്ങനെ ചേച്ചി അവിടെ നിന്ന് പോവും. അടുത്ത സീനിൽ നമ്മുടെ വക്കീല് ആ വിളിച്ച നമ്പറിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഒരു പയ്യനെ കാണാൻ വരും. അവൻ പറയും, ഒരിക്കലും ഇങ്ങനത്തെ നമ്പറിന്റെ ഡീറ്റെയിൽസ് തരാനായിട്ട് അലൗഡ് അല്ല. അതിന് വക്കീല് അലൗഡ് അല്ലേ? എന്നിട്ട് കുറച്ച് പൈസ അവന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഇനി അലൗഡ് ആയിരിക്കില്ലേ? അതിനവൻ പറയും, എന്റെ പേരൊന്നും ഇതിൽ കയറി വന്നേക്കല്ലേ സാറേ. അങ്ങനെ വക്കീലിന് ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് കിട്ടി നേരെ ഷോനെ കാണാൻ വരും. എന്നിട്ട് ഷോന്റെ മൊബൈലിൽ നിന്ന് ആ നമ്പർ ചെക്ക് ചെയ്യും. ആ 4 നമ്പറും ഓരോരോ മേഖലയിൽ ഡ്രഗ് ബിസിനസ് ചെയ്യുന്നവരാണ്. അവിടെ നിന്ന് സീൻ കെട്ടിയത് നമ്മുടെ വക്കീൽ ഉറങ്ങാതെ ഒരു ചായക്കടയിൽ ഇരിക്കുക. അവിടേക്ക് മുട്ട പോലീസ് വന്ന്, എന്റെ പൊന്നെ നിനക്ക് ഉറക്കമൊന്നുമില്ലേ, ഈ കട അടയ്ക്കാറുമില്ലേ? വക്കീല്, ഇല്ല ഞാൻ ഇന്നലെ പോയില്ല, ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും. നിനക്ക് ചായ പറയട്ടെ എന്ന് ചോദിക്കും. അതിന് മുട്ട പോലീസ്, വേണ്ട വേണ്ട, നീ കാര്യം പറ, എന്നിട്ട് കുടിക്കാൻ നിന്റെ ചായ. അടുത്ത സീനിൽ ഹീറോ ലാക്കിന്റെ അടുത്ത് നിന്ന്, നമ്മുടെ ബിസിനസ്സിൽ നീ എന്തിനാ കൈയെടുത്തെന്ന് പറഞ്ഞ് ചൂടാവും. ഹീറോ വന്ന് ഭീഷണിപ്പെടുത്തുന്ന കേട്ട് ലാക്ക് ചൂടാവും. ലാക്ക് അങ്ങനെ ഹീറോനെയും ചേച്ചീനെയൊക്കെ വെച്ച് വൃത്തിയോട് പറയും. ആ സമയം ഹീറോ കൈ മുറുക്കി പിടിക്കും. ഇടി പൊട്ടുമെന്ന് വിചാരിക്കുന്ന സമയം മൊട്ട ആ വഴി വരുമ്പോൾ ഇത് കാണും. മൊട്ട ഹീറോനെ ബായ് വിളിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകും. മൊട്ട ഹീറോനെ വിളിച്ചോണ്ട് പോകുന്ന വഴിക്ക്, നിനക്കെന്താടാ പ്രാന്താണോ അവൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് ചെന്ന് കയറാനായിട്ട്? അവന്റെ മുന്നിൽ നീ വേറെ ഒരു ഉറുമ്പാണ്, അവൻ നിന്നെ ഞെരടിക്കൊല്ലും. അപ്പൊ ഹീറോ പറയും, ഇത്ര വലിയ ആളായിരുന്നാലും ഒരു ഉറുമ്പ് ശ്രമിച്ചാൽ മതി. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് വക്കീൽ ഇപ്പോൾ ഒരു കോളനിയിൽ വന്ന് ഒരു വാഹിദിനെ അന്വേഷിക്കുവാണ്. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറി ഒരു വീടിന്റെ വാതിൽ തട്ടും. അവിടെ നിന്ന് ഒരുത്ത് ഇറങ്ങി വന്ന് ആരാന്ന് ചോദിക്കുമ്പോൾ വക്കീല് വാഹിദിനെ അന്വേഷിച്ച് വന്നതെന്ന് പറയും. അതിനവൻ, വാഹിദിനെ അന്വേഷിച്ച് വന്നേണോ? ഓ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് വക്കീലിനെ വിളിച്ചോണ്ട് പോകും. സംഭവം ഈ വിളിച്ചോണ്ട് പോകുന്നവൻ തന്നെയാണ് വാഹിദ്. ഇവൻ പോകുന്ന വഴിയിൽ എന്താ പ്രശ്നം, എന്താണ്, അവൻ എന്തിനാ അന്വേഷിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അതിന് വക്കീൽ പറയും, ആ സനയുടെ കേസുമായിട്ട് കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. ആ സമയം ഇവൻ ടെൻഷനായി വക്കീലിന്റെ കഴുത്തിൽ കത്തിവെച്ച്, നിനക്ക് ഇവിടുത്തെ അഡ്രസ്സ് എന്ന് ആരാന്ന് ചോദിക്കും. അതിന് വക്കീല്, ഞാൻ ഗുണ്ടയൊന്നുമില്ല, അവനിപ്പോ വരും എന്നും പറഞ്ഞ് ആരെയും നോക്കും. ആ സമയം അവൻ പറയും, ഇവിടെ ഇനി ഒരുത്തനും വരില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ മൊട്ട പോലീസ് അവിടെ വന്ന്, എടാ വാഹിദ്, നമ്മുടെ ആളെ വിട്ടേക്കെന്ന് പറയും. അത് കഴിഞ്ഞ് അവനോട് അകത്ത് വാ, കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പോലീസ് പറയും. ആ സമയം വക്കീല് പറയും, എടാ പോലീസുകാരൻ, നിനക്ക് ഇന്നെങ്കിലും സമയത്തിന് വന്നൂടെ? ആ മണ്ടൻ ഇപ്പൊ എന്റെ കഴുത്ത് കണ്ടിച്ചേരെ. അവിടെ നകത്ത് കയറി വക്കീൽ അവനോട് ചോദിക്കും, സന മരിക്കുന്നതിന്റെ തലേന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തിനായിരുന്നു? അവളന്ന് ഡ്രഗ്സിന് വേണ്ടിയിട്ടാണ് വന്നേ. എന്നാൽ അവൾക്ക് ഡ്രഗ്സ് വേണം, പക്ഷെ കയ്യിൽ പൈസ ഇല്ല. പൈസയ്ക്ക് പകരം അവൾ ഈ വാച്ച് തന്ന് സാധനം കൊണ്ടുപോയി. നാളെ വന്ന് മേടിച്ചോളാന്നാ പറഞ്ഞ. പിന്നെ ആളെ കണ്ടില്ല. വക്കീൽ ആ വാച്ച് തുറന്ന് നോക്കുമ്പോൾ മനസ്സിലാവും സനയുടെ അച്ഛൻ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്താന്ന്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ബായുടെ അടുത്ത് ഹീറോ എന്ന് പറയും, നമ്മുടെ ഏരിയയിൽ ലാക്ക് സാധനം വിൽക്കുന്നുണ്ട്. ഇത് കേട്ട് ബായും ആൾക്കാരും ലാക്കിനോട് ചോദിക്കാനായിട്ട് ചെല്ലും. അവിടെ ചെന്ന് ലാക്കിനോട് സംസാരിക്കുന്ന സമയം ജയിലിനുള്ളിൽ സൈറൻ മുഴങ്ങും. ആ സമയം പോലീസുകാർ ഇറങ്ങി ഇവരെ പിടിച്ചു മാറ്റും. അടുത്ത സീനിൽ ആ വാച്ച് കൊണ്ട് സനയുടെ അച്ഛൻ്റെ നമ്മുടെ വക്കീൽ കൊടുക്കും. ഇത് കൊടുത്തിട്ട് അവൾ അവിടുന്ന് ഡ്രഗ്സ് മേടിച്ച്, അതിന് ഈ പുള്ളി അടുത്ത നുണയായിട്ട് വന്നാണോ, ഞാൻ സ്നേഹത്തോടെ കൊടുത്ത ഈ സാധനം അവൾ ഒരിക്കലും പണയം വെക്കില്ല, അങ്ങനെയാണെങ്കിൽ അവൾക്ക് അത്രയും അത്യാവശ്യം ഉണ്ടായത് കൊണ്ടാവാം ഇത് പണയം വെച്ച് അവൾ ഡ്രഗ്സ് മേടിച്ച് എന്ന് വക്കീൽ പറയും. അങ്ങനെ എന്തെങ്കിലും അതിനെപ്പറ്റിയുള്ള കാര്യം അറിയുമെന്ന് വക്കീൽ ചോദിക്കും. അതിന് അച്ഛൻ പറയും, ഇല്ല. അപ്പോഴത്തേക്കും അയാൾ കരയും. ഇത് കണ്ട് വക്കീല്, സാറിന് ആത്മാർത്ഥമായ കുറ്റബോധം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പൊ അച്ഛൻ ചോദിക്കും, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പോയവരെ എന്തായാലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ ആ ചെക്കൻ, അവൻ തികച്ചും നിരപരാധിയാണ്. ഇത് കേൾക്കുമ്പോൾ അച്ഛൻ പറയും, ഓ അപ്പൊ താൻ വാച്ച് തരാനായിട്ട് വന്നതല്ല, അവന്റെ ദയാഹർജിയായി വന്നതാണോ? താൻ തിരിച്ചു പോകുന്നതാണ് നല്ലത്, ഞാൻ പൊക്കോളാം സാർ. പക്ഷെ ഒരു കാര്യം അറിയാനുണ്ട്, പൂർണ്ണമായും ഡ്രഗ്സ് ഉപയോഗം നിർത്തിയ സനയ എന്തിനാണ് അന്നേ ദിവസം ഡ്രഗ്സ് മേടിച്ച് ഉപയോഗിച്ചത്? അതിന് അച്ഛൻ പറയും, അന്നേ ദിവസമാണ് അവൾ LFRDC എന്ന് ജോലി റിസൈൻ ചെയ്തത്, മേ ബി അതുകൊണ്ടാവാം. ഇത് കേൾക്കുമ്പോൾ വക്കീല്, സാർ അതിൽ തന്നെ എന്തോ ഒരു പ്രശ്നമില്ലേ? ഈ LFRDC എന്ന് പറയുന്ന സ്ഥാപനം അഡിക്റ്റ് ആയിട്ടുള്ളവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്ന് സനയ ജോലി വിട്ട് ഡ്രഗ്സ് തേടി പോയെങ്കിൽ അതിലെന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലേ? അതിന് അച്ഛൻ നരേഷ് ആയിരുന്നു എന്നെ വിളിച്ചു പറഞ്ഞത്, അവൾ പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്തു. ഞാൻ അവളെ ഫോണിൽ വിളിച്ചു, അവൾ അറ്റൻഡ് ചെയ്തില്ല. കുറച്ചു കഴിഞ്ഞ് അവളുടെ ഫ്രണ്ട് എന്നെ വിളിച്ചു, അവൾ വീണ്ടും ഡ്രഗ്സ് അന്വേഷിച്ച് നടക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളുടെ ATM കാർഡ്സ്, ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം ക്യാൻസൽ ചെയ്തേ. എന്തിനായിരിക്കും അവൾ അവിടുത്തെ ജോലി റിസൈൻ ചെയ്തതെന്ന് വക്കീൽ ചോദിക്കും. അവൾ ചെറുപ്പം മുതലേ ഒരു എടുത്തുചാട്ടക്കാരിയായിരുന്നു. സത്യം പറഞ്ഞ അവൾ ജോലി റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അപ്പൊ വക്കീല്, ഒരുപാട് നന്ദിയുണ്ട്, ഇറങ്ങുവാന്ന് പറയും. ആ സമയം ഇയാൾ ചോദിക്കും, ആ ജയിലിൽ കിടക്കുന്ന പയ്യൻ ഇന്നസെന്റ് ആണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അതേ തോന്നുന്നുണ്ട്, ഞാൻ വേണേ ബെറ്റ് വരെ വെക്കാം എന്ന് വക്കീൽ പറയും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ജയിലിലുള്ള എല്ലാവരെയും ഇപ്പോൾ ഒരുമിച്ചിരുത്തിയേക്കുവാണ്. സംഭവം വേറൊന്നുമല്ല, ജയിലിലേക്ക് പുതിയ സൂപ്രണ്ട് വന്നു. പുതിയ സൂപ്രണ്ട് ബായിനെ അകത്തേക്ക് വിളിച്ചുണ്ടോ. അകത്ത് ചെന്ന് ബായ് ഡെയിൽ ഉറപ്പിക്കും. ഡെയിൽ ഉറപ്പിച്ചു കഴിഞ്ഞ് ബായിനെ തിരിച്ചു കൊണ്ടുവന്ന് അകത്ത് കയറ്റി ഗേറ്റ് പൂട്ടും. ആ സമയം ബാക്കി പോലീസ് എല്ലാം ഇവരുടെ സ്ഥലം സെർച്ച് ചെയ്ത് ഫോൺ, ഡ്രഗ്സ് ഒക്കെ കണ്ടുപിടിക്കും. ഇത് ബായിയും ബായിയുടെ ആൾക്കാരും കാണും. ആ സമയം സൂപ്രണ്ട്, നീ എനിക്ക് വില പറയാൻ നോക്കുവാണോ എന്ന് ചോദിച്ച് ബായിനെ അടിക്കും.
അങ്ങനെ പോലീസുകാർ കയറി ബായിയുടെ ആൾക്കാരെ അടിച്ചൊതുക്കും. ആ സമയം ഹീറോ ബായിയുടെ മേലെ കയറി കിടന്നിട്ട് അടിക്കല്ലേ എന്ന് പറയും. അവരിതൊന്നും കേൾക്കില്ല, അവർ അടിച്ചു പൊളിക്കും അവരെ. ആ സമയം ബായി പറയും, ഇവനെ പിടിച്ച് മാറ്റ്, എടാ മാറിപ്പോടാന്ന്. ഹീറോ ഇത് കേൾക്കാതെ മേലെ തന്നെ കിടക്കും. അപ്പൊ ഹീറോയുടെ തലയ്ക്ക് ഒരു അടി കിട്ടും. അതോടെ ഹീറോയുടെ ബോധം പോവും. അടുത്ത സീനിൽ ഹീറോ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കാണ് അവൻ. ഹീറോ അവിടെ കിടന്ന് അലറി വിളിക്കും, ഇതെവിടെയാ, ഇവിടെ ആരും ഇല്ലേന്ന്. ആ സമയം അവിടെ ഒരു ഗ്യാപ്പിലൂടെ പോലീസുകാർ വന്ന് ഹീറോയ്ക്ക് ആഹാരം വെച്ചിട്ട് പോകും. ഹീറോ ഇപ്പോൾ ഒരുപാട് നാളായി ആ ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്ക്. അവിടേക്ക് 2 പോലീസുകാർ വന്ന് ഹീറോനെ വിളിക്കും. ഹീറോ ഇവരെ കണ്ട് പേടിച്ച്, ഞാനല്ല അവളെ ഞാനല്ല കൊന്ന, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, അങ്ങനെ എന്തൊക്കെയോ പിച്ചുമ്പയും പറയും. അതിലൊരു പോലീസുകാരൻ ഹീറോയുടെ തലയിൽ വെള്ളം കൊണ്ട് വീത്തി ഹീറോനെ അവിടെ നിന്ന് വലിച്ചോണ്ട് പോകും. അടുത്ത സീനിൽ വക്കീല് LFRDCയിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റിയെ പിടിച്ചോണ്ട് പോകും. അവിടെ എന്തോ പ്രശ്നങ്ങളിലായിരുന്നു, അതെന്താണെന്നറിയില്ല. അതിന്റെ പിറ്റേന്ന് അവളെയും ചേർത്ത് 3 പെൺപിള്ളേരെ ഒരുമിച്ച് റിസൈൻ ചെയ്ത് എന്ന് ഈ സെക്യൂരിറ്റി പറയും. അവിടെ നിന്ന് റിസൈൻ ചെയ്ത ബാക്കി 2 പേരുടെ ഡീറ്റെയിൽസ് വക്കീല് ചോദിക്കും. അതൊക്കെ ഞാൻ ഒപ്പിച്ചു തരാന്ന് പറഞ്ഞ് ഈ പുള്ളി ഫോണിൽ അവിടെ നിന്ന് അന്നിറങ്ങിയ പല്ലവി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോ ഉറങ്ങുന്ന സമയം ലാക്ക് വീണ്ടും ഹീറോനെ ഉപദ്രവിക്കാനായിട്ട് വന്നു. സംഭവം വേറൊന്നുമല്ല, പുതിയ സൂപ്രണ്ട് അത് ഈ ലാക്കിന്റെ ആളാണ്. ഇപ്പൊ ജയിലിലെ കാര്യം ഫുള്ള് ലാക്കാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് ഹീറോനെ നേരെ ലാക്കിന്റെ ആളുകളെടുത്ത് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് നിനക്കതിൽ ആരെ കൂടെ വേണമെങ്കിലും ഗുസ്തി പിടിക്കാം, നീ ജയിച്ച നിന്നെ തോളിലേറ്റും, ഇനി അഥവാ നീ തോൽക്കുവാണെങ്കിൽ നിന്നെ കഴുത്തേ കെട്ടി തൂക്കും. ഹീറോ ഗുസ്തി പിടിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയം ഈ ലാക്ക് കൊണ്ടുവരുന്ന ആള് രണ്ടാമത് വന്ന ആ ചെറിയ പയ്യനില്ലേ, അവനെ കൊണ്ടുവന്നിട്ട് അവനോട് മത്സരിക്കാൻ പറയും. അവനെ ഇയാൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഹീറോ ഇല്ല എനിക്ക് പറ്റില്ല എന്ന് പറയും. അടുത്ത സീനിൽ ഹീറോയുടെ അച്ഛൻ ഒരു ചെറിയ സ്കൂളിൽ ഡ്രൈവറായി ജോലിക്ക് കയറും. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ഹീറോയുടെ ചേച്ചിയും അളിയനും ഡിവോഴ്സിനുള്ള മ്യൂച്വൽ സൈൻ ചെയ്യും. അടുത്ത സീനിൽ മുസ്തഫ ബായിനെ കാണിക്കും. ബായിനെ ഇപ്പോൾ ഈ പോലീസുകാർ ടോർച്ചർ ചെയ്ത് ഒരു പരുവാക്കി നിർത്തിയേക്കുവാണ്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ നമ്മുടെ വക്കീല് LFRDC എന്ന് ജോലി റിസൈൻ ചെയ്ത പല്ലവിയെ കാണും. ഈ പെണ്ണിനോട് വക്കീൽ ഓരോ കാര്യം ചോദിക്കുമ്പോൾ ഇവക്കൊന്നും അറിയില്ല, എന്നോടൊന്നും ചോദിക്കേണ്ടെന്ന് പറഞ്ഞുകൾ അവിടെ നേരിട്ട് പോകും. വീണ്ടും സീൻ കട്ട് ചെയ്ത് ഹീറോനെ കാണിക്കും. ഹീറോ സൂപ്രണ്ടിനെ കണ്ട് എന്തോ സംസാരിക്കാനായി വരുമ്പോൾ ലാക്ക് ഇത് കണ്ടിട്ട്, നിനക്ക് എന്താ സംസാരിക്കാനുള്ളത്, എന്താ ചാരപ്പണിയാണോ, ഈ ചാരപ്പണി ചെയ്യുന്നവനുള്ള ശിക്ഷ എന്താ നിനക്കറിയോ, ശരി അറിയിക്കാമെന്നും പറഞ്ഞ് ഹീറോനെ വലിച്ചുകൊണ്ടുവന്ന് അവിടുത്തെ ബാത്റൂമിൽ കൊണ്ടിടും. ആ ബാത്റൂം കണ്ട എന്റെ പൊന്നെ പറയാൻ പറ്റില്ല. ഹീറോട് അവിടെയെല്ലാം തുടയ്ക്കാൻ പറയും. അടുത്ത സീനിൽ നമ്മുടെ നിഖത്തിനെ കാണിക്കും. അവളിപ്പോൾ വീട്ടിൽ അവളുടെ അമ്മയുടെ കൂടെയാണ്. അവൾ ഉടനെ തന്നെ ഡൽഹിയിൽ തിരിച്ചു പോകുന്ന അമ്മയോട് പറയും. അതിന് അമ്മ എവിടെ, ആ മന്ദിരമേവിടെ അടുത്തോ, ആ സ്ത്രീ കാണുന്നതന്നെ എനിക്ക് വെറുപ്പാ. അതിന് പെണ്ണ് പറയും, എൻ്റെ അമ്മയെ വക്കീലിന്റെ പണി ഇങ്ങനെയാ. പിന്നെ അവരങ്ങനെ മോശ സ്ത്രീയൊന്നും അല്ല. അങ്ങനെ അമ്മയും നമ്മുടെ നിഖത്തും ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയം ഹോണിംഗ് ബെല്ലടിക്കും. ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ വക്കീലാണ്. വക്കീല് ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞിട്ട് നിങ്ങളുടെ സഹായം എനിക്ക് വേണമെന്ന് പറയും. അപ്പൊ അവള് പറയും, സാർ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല, നമ്മൾ ഇരുട്ടത്ത് അമ്പെയ്യാൻ ശ്രമിക്കുവാണോ എന്ന് തോന്നുക. ഇത് കേട്ട് വക്കീല്, ഈ ചപ്പു ചവറുകളൊക്കെ ഇവിടെ ഇട്ടിട്ട് മുന്നോട്ടുള്ള ജീവിതം നോക്കി പോവാണല്ലേ, ഇനി നിങ്ങളുടെ ക്ലീനിങ് ടൈം ആണല്ലോ. ഇന്നലെ ഞാൻ ഒരുപാട് ചിന്തിച്ചു. ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം, എന്റെ മുഴുവൻ പരിശ്രമവും ഇതിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഇന്ന് ആ നിരപരാധിയായ പയ്യൻ ജയിലിൽ കിടക്കുമായിരുന്നു എന്ന്. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ശരി ഞാൻ ഇറങ്ങുമെന്ന് വക്കീല് പറയുമ്പോൾ നിക്കത്ത് പുറകിന്ന് വിളിച്ച് അമ്മയോട് പറയും, അമ്മ ഞാൻ ഇനി കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടാവും, അത് കഴിഞ്ഞേ ഡൽഹിക്ക് പോവുള്ളൂ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വക്കീല് ചിരിക്കും. അങ്ങനെ നമ്മുടെ പെണ്ണ് വീണ്ടും കൂടെ നിൽക്കാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് വീണ്ടും ഹീറോനെ കാണിക്കും. ഹീറോ ഇപ്പൊ ഇവരുടെ പഴയ സ്ഥലത്തേക്ക് വരും. അവിടെ നോക്കുമ്പോൾ ബായിയുടെ കണ്ണട കാണും. അതെടുത്ത് അവൻ പോക്കറ്റ് വെക്കുന്നുണ്ട്. എന്നിട്ട് മുസ്തഫ ബായിനെ കണ്ടോന്നും ചോദിച്ച് ഇവ അവിടെ മൊത്തവും തിരയും. ഇത് മുട്ട കണ്ട് ഇവനെ വന്ന് പിടിക്കും. നിനക്കെന്താടാ ചാവാൻ കൊതിയാണോ, ബായി എവിടെയാ കാണണമെന്ന് ഹീറോ പറയുമ്പോൾ മിണ്ടാതെ എന്റെ കൂടെ വാന്ന് മുട്ട പറയും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് നമ്മുടെ വക്കീലും പെണ്ണും കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഭിത്തിയിലൊട്ടിച്ച് എല്ലാ ഡീറ്റെയിൽസും സംസാരിക്കുവാണ്. സന അന്ന് എവിടെയൊക്കെ പോയി, എത്ര നേരം അവിടെ ചെലവഴിച്ചു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇവർ തപ്പിയെടുക്കും. അങ്ങനെ അന്നേ ദിവസം ഇവൾ എവിടെയൊക്കെ പോയി എന്ന് അവർ കണ്ടുപിടിച്ച് നോക്കുമ്പോൾ രാത്രി 8 മണി തൊട്ട് 9 മണി വരെ, അതായത് ഇവൾ ജോലി റിസൈൻ ചെയ്തിറങ്ങി ക്യൂൻസ് റോഡിൽ വെച്ച് 8 മണി തൊട്ട് 9 മണി വരെ ഇവർക്ക് എന്ത് സംഭവിച്ചെന്നറിയില്ല. വക്കീല് പറയും, ആ പല്ലവി എന്ന് പറയുന്ന കുട്ടി ഇവളുടെ കൂടെ ജോലി റിസൈൻ ചെയ്തതാണല്ലോ, നിനക്ക് അവളോട് സംസാരിക്കാൻ പറ്റുമോ, ഇനി ചിലപ്പോൾ നിന്നോട് അവൾ എന്തെങ്കിലും പറഞ്ഞാലോ, അതിന് നിക്കത്ത് ഓക്കെ സംസാരിക്കാന്ന് പറയും. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ഹീറോനെ മൊട്ട ഇപ്പോൾ ബായിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഹീറോ ബായിനെ വന്ന് നോക്കുമ്പോൾ ബായി ആകെ മാറി. ബായിനെ അവർ ടോർച്ചർ ചെയ്ത് ഇല്ലാതാക്കിയേക്കുവാണ്. ഹീറോ ചോദിക്കുന്നതിനൊന്നും ബായി മറുപടി പറയില്ല. ആ സമയം ഹീറോ ആ കണ്ണാടി എടുത്ത് ബായിക്ക് വെച്ചു കൊടുക്കും. അടുത്ത സീനിൽ വക്കീലും നമ്മുടെ പെണ്ണും കേസിന്റെ ഫയലും ഫോട്ടോസും നോക്കുന്നതിന്റെ ഇടയ്ക്ക് നിക്കളത്ത് ആ കത്തി കുത്തി വെച്ചേക്കുന്ന ഫോട്ടോ എടുത്ത് നോക്കും. അവൾ ആ ഫോട്ടോ നോക്കിയിട്ട് വക്കീലിനോട് പറയും, സാർ ഇത് 5ന്റെ സെറ്റാണ്, ഇപ്പൊ ഇതിൽ 3 കത്തിയുണ്ട്, 2 കത്തി മിസ്സിംഗ് ആണ്, ഒരു കത്തി പോലീസിന്റെ കയ്യിൽ എവിഡൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള ഒരു കത്തി എവിടെ? അപ്പൊ വക്കീലും അത് ശരിയാണല്ലോ, ഇനി അഥവാ പോലീസ് കണ്ടെത്തിയ കത്തി തെറ്റായ എവിഡൻസ് ആണെങ്കിലോ അതിനും ഒരു സാധ്യത ഉണ്ടാവില്ലേ എന്ന് പെണ്ണ് പറയുന്നിടത്ത് വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ജയിലിലെ കാര്യം ബായിയുടെ കയ്യിലല്ല, അവിടെ ഇപ്പോൾ ലാക്കാണ് ഭരിക്കുന്നത്. ഇവിടെ പുറത്ത് ഹീറോയ്ക്ക് അനുകൂലമായിട്ട് വക്കീലും നിക്കളത്തും ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഇവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ സത്യമാണോ അല്ലയോ നമുക്ക് പറയില്ല. അതറിയാൻ വേണ്ടി നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാം.
അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ സുൽത്താൻ ക്രിയേഷൻസ്.